എല്ലാവരെയും അറിയിക്കുക, വിളിച്ച് ചോദിക്കുക. അവരവിടെ ജീവനോടെ ഉണ്ടെന്നെങ്കിലും അറിയാനുള്ള ഒരു മനസ്സ് നാട്ടിലുള്ളവർ കാണിക്കുക. എന്നിട്ട് സമാധാനത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചമഞ്ഞെടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചെറിയ പ്രശ്നങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞത് വലിയ പ്രശ്നമായിട്ട് വലിയ യുദ്ധമായി മാറിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് കൈയടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മനുഷ്യന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അഹങ്കരിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ ശരീരത്തിൽ നിന്നും നിങ്ങളെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി ശൂന്യമാണ്. അയാൾ പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അയാളില്ല അവിടെ. എനിക്ക് നല്ല പ്രയാസമുള്ള ഒരു ദിവസമാണ് കാര്യം. ഇന്നലെ വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന 50 കുഞ്ഞുങ്ങൾ, പരസ്പര സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന 50 കുഞ്ഞുങ്ങൾ ഇന്നില്ല ഈ ലോകത്ത്. എന്തിൻ്റെയൊക്കെ സൂചനകളാണെന്നുള്ളത് ചിന്തിക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൈയടിക്കുകയും ചിരിക്കുകയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാനും ഫിൻലാൻഡിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഭയങ്കരമായിട്ട് ദൈവം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ പുകഴ്ത്തി പറയുന്നും വേണ്ട. കാരണം ഇസ്രായേല് ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം തിരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ട് വന്നവരാണ്. ആണെങ്കിലും നിനക്ക് നിന്നോട് ചെയ്യാം എന്ന് വെച്ചാൽ എൻ്റെ തരം, ഞാനൊരു രാജാവാണെങ്കിൽ ഞാൻ രാജാവും തമ്മിൽ യുദ്ധം ചെയ്യാം. ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു, കുട്ടികൾ എന്ത് ചെയ്തു? അവർ വളർന്നു വന്നതിന് ശേഷം ശത്രുക്കളാവുകയാണെങ്കിൽ അവരെ കൊന്നോളൂ, അവരെ നശിപ്പിച്ചോളൂ, അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്തോളൂ. അവരെന്ത് ചെയ്തു? അവരെന്താണ് ചെയ്തത്? അവരെന്ത് തെറ്റ് ചെയ്തു? അവർക്കൊന്നും അറിയില്ല. അവരുടെ ജീവിതം